മാ യൻദുറൂന ഇല്ലാ സൈഹ, അങ്ങനെ ഒരു ഖിയാമത്ത് നാൾ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളത് കാത്തിരിക്കാനൊന്നുമില്ല. ഇല്ലാ സൈഹ, അതൊരു അട്ടഹാസമാണ്. വഹിയ നഫ്ഖത്തു ഇസ്രാഫീൽ, മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒരു ഊത്താണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം ചുണ്ടത്ത് കാഹളം വെച്ചിരിക്കുകയാണ്. ഇസ്രാഫീൽ കാഹളം അവിടെ വെച്ചിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം അവിടെ ഉറങ്ങല്ല, വിശ്രമിക്കുകയല്ല. അള്ളാഹു ഇപ്പൊ പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്താതെ ഊതണം. അതിനു വേണ്ടിയിട്ട് വർഷങ്ങളായി കാഹളം ചുണ്ടത്തോട് അടുപ്പിച്ചു പിടിച്ചിരിക്കുകയാണെന്ന്, ഒരു അങ്ങോട്ടുമല്ല ചുണ്ടിൽ പിടിച്ചിരിക്കുകയാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് വരെ അറിയാം ഒരു പക്ഷെ ഇപ്പോഴൊന്നും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. എന്നാലും അള്ളാഹ് ഇപ്പൊ പറഞ്ഞാലോ, ഇപ്പൊ ഊതണം, ഒരു സെക്കൻഡ് പിന്താൻ പാടില്ല. ഇല്ലാ സൈഹതൻ വാഹിദ, ആ ഒരു ഊത്തോടുകൂടി ലോകം തകിടം മറിയുകയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞാൽ ലോകം പ്രകമ്പനം കൊണ്ട് വിറച്ചുകൊണ്ട് ഭൂമി കുലുക്കമുണ്ടായി തകിടം മറിയുകയാണ്. ഭൂമി ഒന്നാകെ തകിടം മറിയും. പരിശുദ്ധ റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിന്റെ രംഗങ്ങൾ നമ്മൾക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരുപാട് ആയത്തുകളിലായി വിശദീകരിച്ചു തരുന്നുണ്ട്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകും ഇന്ന സൽസലത്തസ് സാഅതി ശൈഉൻ അദീം. ജനങ്ങളെ, അല്ലാഹുവിനെ പേടിക്കണം. നിങ്ങൾ കളികളെല്ലാം നിർത്തിവെക്കണം. ബാദിറൂ ബിൽ അഅമാൽ, കളിക്കേണ്ട സമയം കഴിഞ്ഞു. കളിയിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. സമയമായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാവരും കാണാൻ നമ്മൾക്ക് പറ്റും. ഈ ന്യൂ ജനറേഷൻ ദജ്ജാലിനെ വരെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾക്കൊക്കെ ഇത് കാണാൻ പറ്റും, എടുത്തിട്ടുണ്ട്. സൂചനകളൊക്കെ വ്യക്തമാണ്. ഓരോ സൂചനകളുണ്ട്. ആ വിഷയം തന്നെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത് ഇന്ന് ചർച്ച ചെയ്താൽ നമ്മൾ ഇത് ഇല്ലെങ്കിൽ ഇതിന്ന് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ചർച്ച ചെയ്താൽ ഒന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഈ ന്യൂ ജനറേഷൻ വരെ ദജ്ജാലിനെ കാണുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത്രത്തോളം ലോകം അന്ത്യത്തിലാണ്. അതുകൊണ്ട് കളികളൊക്കെ നിർത്തി കാര്യത്തിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. കാരണം ദജ്ജാൽ പുറപ്പെട്ടാൽ പിന്നെ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. ലം തകുൻ ആമനത് മിൻ ഖബൽ, അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ യൗമ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ, വിശ്വാസികളായ ആളുകളുടെ വിശ്വാസം മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചാൽ പിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ദജ്ജാൽ പുറപ്പെട്ടാലും തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം ദജ്ജാലും അതേപോലെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ചാനലുകാരും പത്രക്കാരും എല്ലാവരും അംഗീകരിക്കും ഇസ്ലാം സത്യത്തിന്റെ മതമാണെന്ന്. കാരണം ഇസ്ലാം മാത്രമാണ് ഇങ്ങനെ ഒരു ചർച്ച ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ദജ്ജാൽ വരുമെന്നും ഇപ്പൊ എല്ലാവരും അതിനെ പുച്ഛിച്ച് തള്ളിക്കളയാൻ. പുച്ഛിച്ച് തള്ളിയവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ കാണും, അല്ലെങ്കിൽ അവരുടെ മക്കൾ കാണും. വന്നവർ പറയുമ്പോ ഇസ്ലാം സത്യമാണല്ലോ, ഞങ്ങൾക്ക് മുസ്ലിം ആവാൻ, ഇനി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. പക്ഷേ the doors have closed, അവർക്ക് നന്നാവാനുള്ള വഴി, അവരുടെ വാതിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. നന്നാവാനുള്ള അവസരം ദജ്ജാൽ പുറപ്പെടലോടുകൂടി, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലോടുകൂടി അസ്തമിച്ചിരിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽ വരെ തമ്മാടികളായി ജീവിച്ച ആളുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ തല കൊണ്ടമാനമാടുന്ന ആളുകൾ, ഇതൊക്കെ ഐസിസിന്റെ ക്രൂര വിനോദങ്ങളിലായിരുന്നു നമ്മൾ കണ്ടത്. കാസർഗോഡ് ജില്ലയിൽ വരെ തല മുറിച്ചു മാറ്റി ഫുട്ബോളായി തലയെ കാണുന്ന ആളുകളുണ്ടെന്ന് പറയുമ്പോൾ യാ അല്ലാഹ്, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഉപ്പമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കുട്ടിക്കാലത്തെ നിയന്ത്രണമില്ലാതെ കന്നുകാലികളെ പോലെ അലക്ഷ്യമായി വിട്ടതിന്റെ പരിണിത ഫലമാണ് മനുഷ്യന്റെ തല കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന അമ്മാനമാടുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറാനുള്ള കാരണം. അല്ലാഹു നമ്മുടെ സമുദായത്തിനും നമ്മുടെ നാട്ടിലും അല്ലാഹു ബോധം നൽകി സമാധാന അന്തരീക്ഷം നിലനിർത്തി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ, മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് മക്കൾ വിട്ടുപോയാൽ പിന്നെ അവരെ പിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ നല്ല നിയന്ത്രണത്തോടെ, നല്ല അച്ചടക്കത്തോടെ നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാൽ, നന്മ നിങ്ങൾ ചെയ്യാൻ വൈകിക്കരുത്. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് കയ്യട്ടെ, പിന്നെ കൊടുക്കാം. കുറെ പൊന്നുണ്ട്, എല്ലാം ലോക്കറിലാണ്. ലോക്കറിൽ വെച്ച് അവസാനം പെട്ടെന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. നിങ്ങളുടെ പൊന്നും നിങ്ങളും എല്ലാം തകിടം മറിയും. ലോക്കറിൽ വെച്ച പൊന്നുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല. അതെടുത്ത് ഏതെങ്കിലും ഒരു ദീനി സ്ഥാപനത്തിന്, ഏതെങ്കിലും ഒരു പള്ളിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഖിയാമത്ത് നാളും മരണവും സംഭവിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഖബറിടം സ്വർഗീയ സുഖങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങൾ നന്മ കൊണ്ട് ഉളരണം, വൈകിപ്പിക്കരുത്. ഒരു കാരണവശാലും പിന്നെയാവാം എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കരുത്. എത്ര വേഗം ഇന്ന് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഇന്ന് തന്നെ ചെയ്യാം, അത് നാളേക്ക് പോലും മാറ്റിവെക്കരുത്. കാരണം
ഇത്രയും കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലാഹു നമ്മൾക്കൊക്കെ നന്മ ചെയ്യാനും നന്മയുടെ കാവലാളായി ജീവിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന സൽസലത്തസ് സഅതി ശൈഉൻ അദീം. കാരണം അവസാനത്തെ ഒരു ഭൂകമ്പമുണ്ടല്ലോ, അവസാനത്തെ ലോകാവസാനമുണ്ടല്ലോ, അത് വല്ലാത്ത സംഭവമാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. മുലപ്പാല് നൽകുന്ന ഉമ്മമാർ കൈക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന ദിവസമാണത്. അത് ആണുങ്ങൾക്ക് തിരിച്ചറിയില്ല. ഒരു പാല് നൽകുമ്പോൾ ഉമ്മാക്ക് മക്കളോട് ഉണ്ടാകുന്ന കാരുണ്യം അത് പെണ്ണിനെ തിരിച്ചറിയുള്ളൂ. ആ പെണ്ണുങ്ങൾക്കറിയാം എത്ര ഗൗരവമുണ്ടാകും. ഗർഭിണികളായ ആളുകൾ ഒരു സിസേറിയന്റെയോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന്റെയോ ഒരു സർജറിയുടെയോ ആവശ്യമില്ലാതെ പ്രസവിക്കുന്ന ദിവസമാണത്. പേടിച്ച് പ്രസവിക്കും. ജനങ്ങളെല്ലാം മത്തു പിടിച്ചതുപോലെ പരിഭ്രാന്തരായി കാണാൻ പറ്റും. പരിഭ്രാന്തരായി. അവർക്ക് മത്ത് പിടിച്ചിട്ടില്ല. അവർക്ക് എന്തും മത്തോ കള്ളോ ലഹരിയോ അവർ ഉപയോഗിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ പരിഭ്രാന്തരായി മാറിയതാണ്. നമ്മൾ എന്നും ഓതുന്ന സൂറത്താണല്ലോ അത്. ആ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവത്തെ അന്ത്യദിനത്തെ നിഷേധിക്കാൻ ഒരാളും ഉണ്ടാവൂല. ചില ആളുകൾ താഴ്ന്നവരായിരിക്കും, ചില ആളുകൾ ഉയർന്നവരായിരിക്കും. ഭൂമി തകിടം മറിഞ്ഞാൽ കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ പർവ്വതങ്ങൾ ഇടിച്ചു പൊടി പൊടിയാക്കപ്പെട്ടാൽ ധൂളികളെ പോലെ ഈ ഭൂമിയെ അല്ലാഹു വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ ഈ സംഭവത്തെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഈ ഭയാനകമായ സംഭവം എന്ത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റയെ പോലെ പാറിക്കളിക്കുന്നുണ്ടാകും. ഒരാൾക്കും സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂഷ്. പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻരോമം പോലെ പർവ്വതങ്ങൾ ഇങ്ങനെ പറക്കുന്നുണ്ടാകും. ഈ ഒരു അവസ്ഥയാണ് ഓരോ പ്രകമ്പനം കൊള്ളുമ്പോഴും അള്ളാഹു അന്ത്യനാളിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഈ ഒരു രംഗമാണ്. മുഅ്മിനീങ്ങളെ ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത സമയമാണത്. ഇവർ ചോദിക്കുന്നത് അതാണ്, എപ്പോഴാണ് ആ ഖിയാമത്ത് നാൾ വരിക എന്നാണ് മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, അതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, വെറും ഒരു അട്ടഹാസം മാത്രമാണത്. നിങ്ങൾക്കത് എപ്പോഴാണ് പിടികൂടുന്നതെന്നറിയോ? നിങ്ങൾ തർക്കിക്കുന്നതിനിടയിൽ അങ്ങാടിയിലേക്ക് പോയ ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ അവസരം നൽകൂല. സ്കൂളിലേക്ക് പോയ ആളുകൾ സ്കൂളിൽ നിന്ന് ഉമ്മയെ കാണട്ടെ, ഞാൻ ഉമ്മയെ കണ്ടിട്ട് മരിക്കാമെന്ന് വിചാരിച്ചാൽ ഉമ്മയെ കാണാൻ അവർക്ക് പറ്റൂല. പ്രവാസികളായ ആളുകൾ GCC രാഷ്ട്രങ്ങളിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി പ്രവാസികളായ ആളുകൾ ഒന്ന് ഭാര്യയെയും മക്കളെയും കാണട്ടെ എന്ന് വിചാരിച്ചാൽ കാണൂല. പ്രവാസ